യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് മുമ്പിലോട്ട് ശുശ്രൂഷയായി. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്നെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല രാത്രിക്കായി സ്തോത്രം. ഒരു വിശുദ്ധ രാത്രി കൂടെ കർത്താവെ കാണുവാൻ വലിയവനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തിനായി കർത്താവെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവെ വ്യത്യസ്തമായ നിലയിലായിരിക്കുന്ന രീതിയിലായിരിക്കുന്ന രാജ്യങ്ങളായിരിക്കുന്ന കർത്താവെ പട്ടണങ്ങളായിരിക്കുന്ന സർവ്വജനത്തെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങേക്കുള്ളതാണപ്പ. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ എണീക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ, സഭയിൽ, ദേശത്തിൽ പ്രവാചകന്മാർ എണീക്കട്ടെ. കർത്താവ് ഇന്ന് രാജ്യങ്ങളിൽ എണീക്കട്ടെ. ദൈവമഹത്വം ഈ രാത്രിയിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആധികാരികത വെളിപ്പെടുത്തുമാറാകണമേ. ആമേ, പ്രതികൂലങ്ങൾ നിറയപ്പെട്ട കറുത്ത മറവിനകത്ത് മറഞ്ഞിരിക്കുന്ന സകല പ്രതികൂലങ്ങളും ഇന്ന് രാത്രിയിൽ മറവിട്ട് നീങ്ങി ദേശവും രാഷ്ട്രങ്ങളും രാജ്യങ്ങളും വിടുവിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. എല്ലാ ആമേ പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷകളും അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണം. അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹാലലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരു രാത്രി കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കറിയാം ഇന്ന് രാത്രിയിൽ ആമേ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത്. അടയപ്പെട്ട സ്വർഗമല്ല, തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലാണ് നമ്മളെല്ലാവരും ഇന്ന് രാത്രി ആയിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കിന്ന് രാത്രി ആയിരിക്കാം. ഇവിടെ 2 വ്യത്യസ്തമായ ദൂതുകളാണ് ഇവിടെ വായിച്ചത്. ഒന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ച അതേ ദൂത് തന്നെയാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത്. അവിടെ ഇങ്ങനെയാണ് വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയിലേക്ക് വാങ്ങിപ്പോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 2 നമ്മളിന്ന് ചിന്തിച്ചത് വായിച്ചത് ആമേൻ ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം ആമേൻ സ്തോത്രം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി പിന്നെയും വായിച്ചത്. ആ ദൂതിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവാത്മാവിൽ സംസാരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ ഇങ്ങനെയാണ് വായിച്ചത്. എല്ലാവരും ഭയം പിടിച്ച് ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തിന് സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ പുസ്തകത്തെ 5 തട്ടായി വേർതിരിക്കപ്പെടുമ്പോൾ നമുക്കറിയാം ഇത് ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴും 11-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴും വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതാണ് കാണുന്നത്. ആമേൻ. ഒരു സഹോദരിക്ക് ഏക ആശ്രയമായിരിക്കുന്ന തൻ്റെ ആമേൻ സ്തോത്രം ചോരക്കുഞ്ഞ് ആമേൻ ആയിരിക്കുമ്പോൾ തന്നെ അതിനെ വളർത്തി അതിനെ വലുതാക്കി ദൈവപ്രവർത്തിക്കായി വേർതിരിക്കപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ വേർപാട് ആ മാതാവിനോ മാതൃഗൃഹത്തിനോ ആമേൻ സ്തോത്രം അവരുടെ ബന്ധുജനത്തിനോ ഒന്നും താങ്ങാനും അപ്പുറമായി അവർ വളരെ സങ്കടത്തിലായിരിക്കുന്ന സമയത്താണ് യേശു കർത്താവ് ആ സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേ പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദത്തിനായി ആമേ ദൈവജനം തയ്യാറായി മുൻപിലോട്ട് വരുമ്പോൾ തന്നെ ആമേ പട്ടണങ്ങളിൽ കൂടെ ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെടുന്നുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ ആമേൻ സ്തോത്രം മനുഷ്യൻ ആമേ കൊട്ടി അടച്ചു തീർന്നു എന്ന് പറഞ്ഞ് ശവപ്പെട്ടിക്ക് ആണിയടിക്കാൻ ആണിയും ചുറ്റികയുമായി ആമേൻ ഒരു ഗ്രൂപ്പ് മാറി നിൽക്കുമ്പോൾ സ്തോത്രം മറു ഗ്രൂപ്പ് പറയുന്നു ഇത് സംഭവിക്കണം, ഇത് സംഭവിച്ചേ മതിയാകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു വലിയ വെല്ലുവിളി മുഴക്കി നിൽക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് പറയുകയാണ് അയ്യോ കഷ്ടം, ഈ കുടുംബത്തിൽ ഏക അത്താണിയാണ് ആ കുഞ്ഞ് എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് വിലപിച്ച് മാറത്തടിക്കുമ്പോൾ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം വിളിച്ചു പറയാം. പരിശുദ്ധനായ ദൈവം ഉണ്ടല്ലോ ആമേൻ സ്തോത്രം. മനസ്സലിയുന്ന ദൈവത്തിന് ഇന്ന് രാത്രി ചില ഉയർപ്പുകൾ ദേശത്തിൽ സംഭവിക്കും. ഇതുവരെ സംഭവിക്കാത്ത, ഇതുവരെ ആ ദേശത്ത് ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ആമേ ഇതുവരയ്ക്കും ആമേ ലോക ചരിത്രത്തിൽ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ആമേ ഉണ്ടാകത്തില്ല
എന്ന് വിധി എഴുതിയ പട്ടണങ്ങളിൽ യേശുവിൻ്റെ കാൽപാദം എവിടെ ഊന്നിയിട്ടുണ്ടോ അവിടെ ദേശം ജനം വിളിച്ചു പറയുന്നു, നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ എണീറ്റിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ കേവലം വചനം പഠിച്ച് ആമേൻ ബുക്ക് മടക്കി വെച്ച് ആമേൻ പറയാനല്ല ദൈവം നമ്മെ വിളിച്ചത്. അതിലുപരി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ അതിശക്തമായി ചെയ്തെടുക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ രക്ഷ മാത്രമാണ് സൗജന്യം. ബാക്കി എല്ലാത്തിനും അതിന്റെ വില കൊടുക്കണം. ദൈവമൈതലേ, മുഴങ്കാൽ മടക്കി കൃപാവരങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധിയിൽ ദൈവം പറയുന്ന വാക്കുകൾക്ക് ഈ ദിവസങ്ങളിൽ മുഴങ്കാൽ മടക്കുമെങ്കിൽ ദേശത്തിലും കുടുംബത്തിലും സഭയ്ക്കും നീ ഒരു പ്രവാചകിയായി തീരും. ഇതുവരെ സഭയ്ക്കകത്ത് പ്രവചനങ്ങൾ ഉയർന്നില്ലെങ്കിൽ, ഇതുവരെ സഭയ്ക്കകത്ത് പ്രവചന ശബ്ദം ഉയർന്നില്ലെങ്കിൽ നീ ഒരു പ്രവാചകനാക്കി ദൈവം നിന്നെ മാറ്റും. കാരണം അത് ദൈവത്തിന്റെ നിയോഗമാണ്. ഇതാർക്കും അടച്ചു വയ്ക്കാൻ കഴിയത്തില്ല. ദേശത്തിലൊരു പ്രവാചകൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് ദേശം മുഴുവനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആഴമെന്ന് പറഞ്ഞാൽ ഇതുവരെ നീ പാർക്കുന്ന പട്ടണത്തിൽ ഒരു പ്രവാചകൻ എണീറ്റിട്ടില്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഈ പ്രവാചകൻ മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തു തന്നെ. ആര് തടവിലായപ്പോൾ ആരെ തല ആമേൻ ശിരച്ഛേദം ചെയ്തപ്പെട്ടെന്നറിയാമോ? യോഹന്നാൻ സ്നാപകന്റെ തലയെ വെട്ടിക്കളഞ്ഞു. തന്റെ തലയെ വെട്ടി ആമേൻ സ്തോത്രം തന്റെ ഡെഡ് ബോഡിയെ വലിച്ചെറിയപ്പെടുമ്പോൾ അതിനകത്ത് നിന്ന് എഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ധ്വനി പട്ടണങ്ങൾ മുഴുവനും വ്യാപരിപ്പാൻ തുടങ്ങി. രക്തം എവിടെയൊക്കെ ചിന്തപ്പെട്ടുവോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അസമാധാനം, ദൈവജനത്തിന്റെ വിശുദ്ധ രക്തം എവിടെയെല്ലാം വീഴപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്ന് പ്രവാചകന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. ആമേ മുതൽ നമ്മൾ പഠിക്കപ്പെടുമ്പോൾ ആരാധന സ്റ്റോപ്പ് ചെയ്ത കാലഘട്ടം ക്ഷേത്രത്തിൽ കൂടെ ദൈവം തുടങ്ങുവാനിടയായി. ആരാധിച്ച് മഹത്വപ്പെടുത്തി വന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ സ്വർഗത്തിലെ രക്തം ആമേൻ ആമേൻ അവിടെ സംസാരിച്ചതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നു. ആരാധന സ്റ്റോപ്പ് ആയിട്ടില്ല. വിശുദ്ധന്മാരുടെ പട്ടിക പഠിക്കുമ്പോൾ ഒരു വിശുദ്ധൻ ഈ ഭൂപരപ്പിന്ന് ആമേ ദാരുണമായി ആമേൻ മാറ്റപ്പെടുമ്പോൾ അതിനപ്പുറം ഒരു രഹസ്യമുണ്ട് കേട്ടോ. ആർക്കും അറിയാൻ കഴിയാത്ത ഒരുത്തനെ അടുത്തൊന്ന് ഉരുവാക്കി അവന്റെ കയ്യിൽ ശുശ്രൂഷ ഏൽപ്പിച്ച് അവനെ ആദ്യത്തെ ആരാധനയ്ക്ക് അടിസ്ഥാനമിടാൻ ക്ഷേത്ര ദൈവം ഉപയോഗിച്ചെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിക്കളഞ്ഞ സമയം മുതൽ യേശു കർത്താവിന്റെ ശുശ്രൂഷ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞ ഒറ്റ കാര്യം ഇതാ. എന്താ പറഞ്ഞത്? സർപ്പസന്തതികളെ വരുവാനുള്ള ദൈവകോപത്തിൽ എന്ത് ചെയ്യണം? ആമേൻ ആമേൻ രക്ഷപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പൂശിയൊന്നും അല്ല പ്രസംഗിച്ചത്. ഹല്ലേലൂയ. ആമേൻ. ദൈവജനത്തിന്റെ ഉള്ളറിഞ്ഞ് ആമേൻ ദൂത് പറഞ്ഞ് കുറവിനെ വെളിപ്പെടുത്തുന്നവന്റെ പേരാ പറ പ്രവാചകൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറവിനെ ആമേൻ. അതാണ് പ്രവാചകനായ യെശയ്യാപ്രവാചകൻ പറഞ്ഞത്. ഒരു മുറിവുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഒന്ന് ഞെക്കണം. ഞെക്കാതെ അതിൻ്റെ പുറത്ത് നീ വീഞ്ഞും മരുന്നും ഒക്കെ വച്ച് കെട്ടി അത് ഉണക്കാൻ ശ്രമിച്ചാൽ ചില മണിക്കൂർ കഴിയുമ്പോൾ അത് പഴുത്ത് ജീർണിച്ച് വല്ലാത്ത വിഷയത്തിലേക്ക് വരും. ചിലതിനെ കുറവുകളെ വലിച്ച് പുറത്തിടണം. സഭ വിടുവിക്കപ്പെടണം. ജനം അനുഗ്രഹിക്കപ്പെടണം. ആമേ. അപ്പോൾ എന്തു വേണം? പ്രവാചകൻ വേണം. പ്രവാചകൻ വരണമെങ്കിൽ പരീക്ഷിക്കപ്പെടണം. ആര് പരീക്ഷിക്കപ്പെടണം? ദൈവത്താൽ വിളിച്ചു വേർതിരിച്ചവൻ പരീക്ഷിക്കപ്പെടണം. ദൈവത്തിന്റെ സ്വന്തം പ്രജയായിരിക്കുന്ന യേശു കർത്താവ് 40 രാവും 40 പകലും ആമേ സാത്താന്റെ പിടിയിൽ പരീക്ഷയിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് എന്ത് സുഖം അല്ലേ? ഉപവാസം കഴിഞ്ഞു, 3 ദിവസം ഉപവാസം കഴിഞ്ഞു. ആമേൻ. എങ്ങനെ ഉപവസിച്ചു? അതറിയത്തില്ല. ഉപവസിച്ചോ? ദൈവം സംസാരിച്ചോ? എന്താ അവിടെ പ്രസംഗിച്ചേ? അതറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഏതാ വചനം? അതും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര സമയം പ്രാർത്ഥിച്ചു? 10 മണിക്ക് കയറി 11:30 ആയപ്പോൾ നിർത്തി. ഇന്ന് 12 പോയി. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർക്ക് എന്തോ ഒരു വലിയ കൃപ ഇറങ്ങി വന്നു. ആമേൻ. സ്തോത്രം. ഇതല്ലേ നമ്മൾ പറയുന്നത്? ആമേ. ഇതല്ല ഉപവാസം എന്ന് പറഞ്ഞ കേട്ടോ. 24 hours. സ്തോത്രം. 24. ആമേ. ഇന്ന് രാവിലെ തുടങ്ങിയാൽ നാളെ രാവിലെ നിർത്താവൂ. അതുവരെ കണ്ണ് ഉറക്കം കൊടുക്കരുത്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം.
ഇവിടെ 40 ദിവസം 40 രാവും 40 പകലും വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ അടുത്ത സഹായിപ്പാൻ ആരുമില്ലാതെ യേശു കർത്താവ് പ്രാർത്ഥിച്ചു. പരീക്ഷകൻ അടുത്തു വന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷകൻ അടുത്തു വന്നു. ആമേൻ. വിശക്കുന്നില്ലേ, ദാഹിക്കുന്നില്ലേ, എല്ലാം ഉണ്ടല്ലോ. ഉണ്ട്. കാരണം യേശു കർത്താവ് 100% മനുഷ്യനും 100% ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ഇടയിൽ ആര് എഴുന്നേറ്റെന്നറിയാമോ? ഒരു പ്രവാചകൻ എഴുന്നേറ്റിരിക്കുക. കാരണം മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, വായിച്ചേ, അതിൻ്റെ 13, 14, 15 വാക്യങ്ങളിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. 7-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം, പ്രൈസ് ദി ലോർഡ്, 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ആ പട്ടണക്കാർ കേൾക്കാത്തൊരു വാക്കാണ് അവിടെ യേശു പറഞ്ഞത്. എന്താണ്? ആമേൻ. മനസ്സരിച്ചിട്ട് പറയാം, നീ എന്ത് ചെയ്യണ്ട? കരയണ്ട. കരയണ്ട കേട്ടോ, കരയണ്ട. സ്തോത്രം, ആമേൻ. ഇന്നൊരു വേർപാടുള്ള വീട്ടിൽ പോയി കരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഇദ്ദേഹത്തിന് എന്തോ പറ്റി. പ്രൈസ് ദി ലോർഡ്, ആമേൻ. സ്തോത്രം. കരയേണ്ട, കരയേണ്ട എന്ന് പറഞ്ഞത് ലോകത്തെ രക്ഷിക്കാൻ നിൽക്കുന്ന, ജനതയെ വിടിവിക്കാൻ നിൽക്കുന്ന യേശു കർത്താവ് പറഞ്ഞത് കരയേണ്ട. നിന്റെ കണ്ണുകളിൽ നനയരുത്. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടിയായി, നിന്റെ പ്രാർത്ഥനകൾക്ക് വിടുതലായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതോടെ നിന്റെ കണ്ണീർ ഇന്ന് രാത്രി നിൽക്കാൻ പോകുകയാ. നീ കരഞ്ഞുകൊണ്ടിരിക്കുക, നാളുകളായിട്ട്, മാസങ്ങളായി നീ കരയുക. പരിശുദ്ധൻ പറയും, നീ കരയേണ്ട, നിർത്തിക്കോ, നിന്റെ കരച്ചിൽ നിർത്ത്. ആമേൻ. 3-ാമത്തെ മാസത്തിൽ 1-ാം ദിവസം രാത്രി പരിശുദ്ധൻ പറഞ്ഞ് കരയേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ആമേൻ, ഞാനിങ്ങനെ ആ വാക്യം വ്യാഖ്യാനിക്കുക. കരയണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന, ആമേൻ, സ്തോത്രം, ആമേൻ, 3-4 റൂമാലുകൾ തുടച്ച് കണ്ണിനെതിരായി പിഴിഞ്ഞ് കളയുന്ന ആ മാതാവിൻ്റെ കണ്ണ് കലങ്ങിയ കണ്ണോടെ യേശുവിനെ ദയനീയമായി നോക്കി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ മഞ്ചത്തിലേക്ക് നോക്കി. അല്പനിമിഷം കഴിയുമ്പോൾ ഈ മഞ്ചം കുഴിച്ചിടപ്പെടും, എൻ്റെ മകൻ ഈ മണ്ണോട് ചേരും എന്നുള്ള സങ്കടത്തോടെ ദയനീയമായി നോക്കുന്ന ആ ഒരു മാതാവിനെ കണ്ടപ്പോൾ കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ നോക്കി ദൈവം ഇന്ന് രാത്രി മനസ്സലിയാൻ പോകുകയാ. ശമനപരകതുനി വൈഡകരകതനാകര. നിന്റെ ജീവിതത്തെ ഇന്ന് രാത്രിയിൽ ദൈവം കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. മനസ്സലിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേ. മനസ്സലിഞ്ഞ് നിന്റെ തലമുറ മരിച്ച് മരവിച്ചു കിടക്കുന്ന, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, കൈകാലുകൾ നിവരാൻ കഴിയാതെ, കൈകൾ വിരലുകൾ കൂട്ടിക്കെട്ടി, താടിക്കും കെട്ടി, മൂക്കിൽ പഞ്ഞിയും വെച്ച്, കാലിലെ വിരലും കൂട്ടിക്കെട്ടി, ആമേൻ, സ്തോത്രം, ഒരു മഞ്ചത്തിൽ കിടത്തി അടക്കാൻ കൊണ്ടുപോകുന്ന ആ ശവമഞ്ചത്തെ കണ്ട് യേശു പറയുക, സ്ത്രീയെ നീ എന്ത് ചെയ്യണ്ട? കരയണ്ട, കരയണ്ട. ഇതൊന്നും അവസാനിച്ചിട്ടില്ല, ഇത് ആരംഭമാണ്. പ്രൈസ് ദി ലോർഡ് പറ, ഇത് ആരംഭമാണ്. ഇത് നിന്റെ ജീവിതത്തിൽ ഒരു ആരംഭമായിരിക്കും. നീ ഒരു സാക്ഷ്യമായി പുറത്തു വരും. നിന്റെ കുടുംബത്തിൽ ഒരു സാക്ഷ്യമായിരിക്കും, നിന്റെ പട്ടണത്തിൽ ഒരു സാക്ഷ്യമായിരിക്കും, നിന്റെ ദേശത്തിൽ ഒരു സാക്ഷ്യമായിരിക്കും. നീ ഒരു അത്ഭുതമായിരിക്കും, നിന്റെ തലമുറ ഒരു അത്ഭുതമായിരിക്കും. ഹല്ലേലൂയ. ശമനപരകതന വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ. ഇത് നിന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദിവസമായിരിക്കും. ഹല്ലേലൂയ. ഇതിന്റെ ജീവിതത്തിൽ ആർക്കും കൊട്ടിയടക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരിക്കും. ഇത് നിന്റെ സീസണായി മാറും. നിന്റെ കണ്ണീർ തുടയ്ക്കുന്ന രാത്രിയാണ്. ഈ മാസം നീ ഇനി കരയരുതെന്നല്ല, ഇനിമേൽ നിന്റെ കണ്ണീര് വിടരുത്. ഇത് കരഞ്ഞത് മതി, നീ ഇനി കരഞ്ഞ് വിലപിച്ചത് മതി, മാറത്തടിച്ചത് മതി, ഓ ഞാൻ മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കരഞ്ഞ മാതാവേ, പിതാവേ, ഇന്ന് രാത്രി ദൈവം പറ കരയണ്ട. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഒരു വിഷയത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ആമേൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആമേൻ 2 കൈയും വിട്ടു നിൽക്കുന്ന സമയത്താ പറയുന്നത് കരയണ്ട കേട്ടോ. അഭിഷേകത്തെ ഭാരപ്പെടണ്ട, ദൈവം പുതുവഴി തുറക്കും.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. ഇന്ന് രാത്രി ആരോടൊക്കെ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, നീ കരഞ്ഞിരിക്കുന്ന വിഷയത്തിന്, കരഞ്ഞ് കണ്ണു കലങ്ങി നിന്റെ ഭാവിയെ ഓർത്ത്, നിന്റെ നാളുകളെ ഓർത്ത്, നിന്റെ വയസ്സിനെ ചൊല്ലി, നിന്റെ ഭാവിയെ ചൊല്ലി നീ വിലപിച്ചിരിക്കുന്ന ആത്മാവിൽ നിന്ന് രാത്രി വിളിച്ചു പറയും, നീ കരയണ്ട, നിന്റെ കണ്ണുനീരിന് മറുപടിയായെന്ന് രാത്രി ദൂത് പറയുകയാ. സ്തോത്രം. നിന്റെ കണ്ണുനീരിന് മറുപടിയായി. ശുഡബനരഗത ശംഭവരാജകൽക്കനാദി. ആമതിന്റെ കണ്ണുനീരിന് മറുപടിയായി ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ദൂത് കൈമാറുകയാ. നിന്റെ കണ്ണുനീരിന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് മറുപടി തരികയാ. സ്തോത്രം. ഇന്നലെ വരെ നീ കരഞ്ഞില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നീ കരയണ്ട. പ്രൈസ് ദി ലോർഡ്. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട. ഹല്ലേലൂയ. വേറെ ആരോടും പറഞ്ഞില്ല. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവളുടെ ഭർത്താവിനോട് പറയാൻ ഭർത്താവില്ല. സ്തോത്രം. അവളുടെ ബന്ധുക്കളോട് പറയാൻ ബന്ധുക്കളെല്ലാം മാറി നിന്നു. ഈ ഒരു മരണം കാണാൻ കൊതിച്ചതാ. സ്തോത്രം. ഈ ഒരു മരണം കണ്ട് ഇവളെ ഒന്ന് തകർത്ത് കിട്ടാൻ വേണ്ടി കൊതിച്ചതാ. ഹല്ലേലൂയ. ഇതോടെ അവൾ തകർന്നു. ഭർത്താവ് മരിച്ചപ്പോൾ വിചാരിച്ചു ഇവൾ തീർന്നു എന്ന്. പക്ഷേ ഹല്ലേലൂയ, ഭർത്താവിനെ തമ്മിൽ ഇവരെ തമ്മിൽ രണ്ടുപേരെ തമ്മിലും അകറ്റി അവൻ മരിച്ച ശേഷം ഇവൾ തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അവൻ മരിച്ചു കഴിഞ്ഞതിന് മുമ്പ് അവൾക്കൊരു ആൺ തലമുറയെ കൊടുത്തിട്ടാ മരിച്ചേ. ഇന്ന് രാത്രി ശമനപരകതുനി വൈടകരാജകൽക്കനാദി. ദൈവ പൈതലേ, നിന്റെ തകർച്ച കാണാൻ കൊതിച്ചിരിക്കുന്നവർ, നിന്റെ വീഴ്ച കാണാൻ കൊതിച്ചിരിക്കുന്നവർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നിന്റെ കണ്ണുകൾ കലങ്ങുന്നത് കാണാൻ കൊതിച്ചിരിക്കുന്നവർ, ഹല്ലേലൂയ, ഇന്ന് രാത്രി അവർ കേൾക്കെ യേശു പറഞ്ഞ വാക്ക് കേട്ടോ, കരയേണ്ട. ആ ശബ്ദമെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ജനം അവിടെ തിങ്ങിക്കൂടി നിൽക്കുക. ഈ ശബ്ദം കേട്ടപ്പോൾ സ്തോത്രം, ഒരാളുടെ ചെവിയിൽ പോലും ഈ ശബ്ദം മുഴങ്ങാതിരുന്നിട്ടില്ല. ഈ ശബ്ദം അവിടെ നിന്ന് എല്ലാവരുടെ ചെവിയിലേക്കും മുഴങ്ങിക്കയറിയിട്ട് പറയുക, കരയേണ്ട. അതുവരെ ആമേൻ സന്തോഷിച്ചു വന്നവരും കരഞ്ഞുകൊണ്ട് വന്നവരും ദുഃഖിച്ചു നിന്നവരും കൈകൊട്ടിയവരും എല്ലാവരും ഒരു നിമിഷം സൈലന്റായി. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി നിന്നെ കരയിപ്പിക്കുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ വിഷമിപ്പിക്കുന്ന ചില ഭാരങ്ങൾ, ചില ചിന്താമണ്ഡലങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി പരിശുദ്ധം പറയുക, നീ കരയണ്ട കേട്ടോ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഈ സമയം മഞ്ചത്തിൽ കിടക്കുന്ന തലമുറ ഇപ്പോൾ തന്നെ ഈ സമയത്ത് അവ ചാടി എണീക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ശമനപരകതുനി വൈടകരാജകൽക്കനാദി. ആമേൻ. മരിച്ചവൻ എഴുന്നേറ്റു. ആമേൻ. എഴുന്നേറ്റ് അവൻ വായും കെട്ടിയിരുന്നെന്ന് പറയുന്നില്ല. മരിച്ചവൻ എന്ത് ചെയ്യുന്നറിയാമോ? എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ഭാഗം തളർന്നവനായിട്ടല്ല, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഒരു ഭാഗം നശിച്ചു പോയിട്ടല്ല. ഇന്ന് രാത്രി എല്ലാ വൈകല്യവും മാറി. സ്തോത്രം, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ കുഞ്ഞ് സംസാര ശേഷിയുള്ള കുഞ്ഞായിരുന്നില്ല, ഈ കുഞ്ഞിന് ഒരു കാല സ്വാധീനമുള്ള കുഞ്ഞായിരുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ സംസാരിച്ചു തുടങ്ങി. അവന്റെ വൈകല്യം മാറ്റാനായി മരണം അവന്റെ വൈകല്യത്തെ എന്നേക്കുമായി ആ ദേശത്ത് തുടച്ചു മാറ്റാനാ ഈ മരണം സംഭവിച്ചത്. ഇന്ന് രാത്രി സംഭവിക്കുന്നത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. അവന്റെ വൈകല്യം മാറി. അവൻ അമ്മയോട് സംസാരിച്ചു, അവൻ അവന്റെ ബന്ധുക്കളോട് സംസാരിച്ചു, അവന്റെ സ്നേഹിതന്മാരോട് സംസാരിച്ചു, അവന്റെ കൂടെ ഇരുന്ന എല്ലാവരോടും അവൻ സംസാരിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ സംസാരിച്ചു പറയുക, ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അവന്റെ വൈകല്യം മാറി. ഇന്ന് രാത്രി നിന്റെ വൈകല്യത്തെ ദൈവം മാറ്റാൻ പോകുകയാ. ഉടബൽഖമനപരകതുനി. ആരോടൊക്കെ ദൈവാത്മാവ് ആലോചന പറയുന്നു, ഇന്ന് രാത്രി ദൈവാത്മ പറയുക, നിന്റെ ക്ഷീണങ്ങൾ മാറട്ടെ, നിന്റെ പ്രതികൂലം മാറട്ടെ എന്നല്ല, വൈകല്യം. അവന്റെ അമ്മയുടെ ഉദരം മുതൽ അവൻ സംസാര ശേഷി നഷ്ടപ്പെട്ടവൻ, പക്ഷേ അവൻ അംഗവൈകല്യം ഉള്ളവനാകയാൽ അവൻ സംസാര ശേഷി ഇല്ലാത്തവനായിരുന്നു. അവൻ ഒരു പോട്ടനായിരുന്നു.
ഓ ഹല്ലേലൂയ. ഉദരം മുതൽ ആമേൻ. ചിലതൊക്കെ ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ അറിയാമോ? ആമേൻ, ദൈവാത്മാവ് അതിനെ അങ്ങ് ആമേൻ സ്തോത്രം ഒന്നുമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് എല്ലാ അവയവത്തെയും ചലനങ്ങൾ മാറ്റും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വൈദ്യശാസ്ത്രം വരെ മാതാവിനോട് പറഞ്ഞു കാണും, ഇവൻ ഇനി സംസാരിക്കത്തില്ല, ഇവന്റെ ചെവി ഇനി കേൾക്കത്തില്ല. ഹല്ലേലൂയ. വൈദ്യശാസ്ത്രം പറഞ്ഞു കാണും, ഓർത്തോയിലെ ഏറ്റവും മെയിൻ ഡോക്ടർമാർ പറഞ്ഞു കാണും, പ്രൊഫസർമാർ പറഞ്ഞു കാണും, ഇവൻ നടക്കത്തില്ല എന്ന് പറഞ്ഞു കാണും. പക്ഷെ ഇന്ന് രാത്രി നടത്തുന്നവൻ അവന്റെ കുടുംബത്തിനകത്തല്ല വന്നത്, ശവമഞ്ചത്തിനകത്ത് വന്നിട്ട് പറയുക, ഓ ഇന്ന് രാത്രി കരയണ്ട, നിന്റെ ആയുസ്സുതി കാണാത്തത് കാണാൻ പോകയാ. ശുഡമനരകധുനി വൈകിടകരാജകൽക്കനാദി. അവനെ സംസാരിപ്പിച്ചു കർത്താവ്. ഹല്ലേലൂയ. പഴയതുപോലെ ഊമനായിട്ടല്ല കൊടുത്തേ, പഴയതുപോലെ മൊണ്ടിയായിട്ടല്ല കൊടുത്തേ, പഴയതുപോലെ ചെകിടനായിട്ടല്ല കൊടുത്തേ. അവൻ സംസാരിച്ചു തുടങ്ങി, അവൻ നടക്കാൻ തുടങ്ങി, അവൻ ഓടാൻ തുടങ്ങി. ആ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ദേശം വിടുവിക്കപ്പെട്ടു, പട്ടണങ്ങൾ വിടുവിക്കപ്പെട്ടു. ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ പ്രവാചകൻ വന്നിട്ടുണ്ട്. ഈ പ്രവാചകന് പ്രത്യേകതയുണ്ട്. ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇതുവരേക്കും ആർക്കും അടിച്ചമർത്താൻ കഴിയാത്ത വലിയൊരു പ്രവാചകൻ നിന്റെ കുടുംബത്തിൽ ഇത് എഴുതിക്കട്ടെ. ഹല്ലേലൂയ. ആമേ. ദിനീഷ് ബ്രദറെ, നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു പ്രവാചകൻ എണീക്കുന്നു പറഞ്ഞ സന്തോഷമുണ്ടോ? വൈലേക്ക് ഇന്ന് അനുഭവിക്കുന്ന, നിങ്ങളുടെ തലമുറ അനുഭവിക്കുന്ന സകല വേദനകൾക്ക് വിരാമം കുറിക്കാൻ അവന്റെ മേൽ അവൻ ഉരുവാകും മുൻപേ അവന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അവനെ ചൊല്ലി ഭാരപ്പെടുന്ന, ചിലപ്പോഴൊക്കെ രോഗിയാക്കുന്ന, ചിലപ്പോഴൊക്കെ അവന് ശരീരങ്ങൾ മരവിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ടല്ലോ. വിടുവിക്കപ്പെടുന്ന രാത്രിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഭയപ്പെട്ട രാത്രികൾ, മാറത്തടിച്ച രാത്രികൾ, വേദനിക്കപ്പെട്ട രാത്രികൾ, വേദനിക്കപ്പെട്ട പകലുകൾ. എന്നാൽ ദൈവം പറയുന്നില്ല, അത് ഇന്ന് രാത്രി വൈൻഡപ്പ് ചെയ്തിട്ട് ഒരു ദൈവത്തിന്റെ പുതിയ ഉയർപ്പ് ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമഹത്വത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് രാത്രി കർത്താവിലേക്കൊന്ന് ഏൽപ്പിക്കാൻ കഴിയും? ഈ രാത്രി എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ആ മാതാവിന് എന്തുമാത്രം സന്തോഷമായിരിക്കും അല്ലേ? സംസാരിക്കാത്ത മകൻ സംസാരിച്ചു, നടക്കാത്ത മകൻ നടന്നു. അമ്മയൊന്ന് മോനെ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കാത്ത പൊട്ടനായിരിക്കുന്നവൻ കേൾവി. ഒറ്റ മരണത്തിൽ എത്ര അത്ഭുതം പറ. ഒന്ന്, ആമേ സ്തോത്രം, അവൻ വികലാംഗനായി അവൻ നടന്നു. രണ്ട്, ആമേ സ്തോത്രം, അവനൊരു പൊട്ടനായിരുന്നു, അവൻ കേട്ടു. മൂന്ന്, അവനൊരു ഊമനായിരുന്നു, അവൻ സംസാരിച്ചു. നാല്, അവൻ മരിച്ചവനായിരുന്നു, ഉയർത്തെഴുന്നേറ്റു. ആമേൻ. അക്കമിട്ട് രാത്രി പറ, ഒരു പ്രവാചകൻ നിന്റെ നാട്ടിൽ എണീറ്റിട്ടുണ്ട്. ചിലതിനെ ദൈവാത്മാവ് രൂപാന്തരപ്പെടുത്തി പുറത്തു കൊണ്ടുവരാൻ ഈ കർത്താവിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ നമ്മൾ വായിക്കാൻ പോകുകയാണ്. ഒരു വാക്യം കൂടെ ആമേൻ ദൈവജനം വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 39-ാമത്തെ വാക്യം വായിക്കാമോ? 7:39 വാക്യത്തിലേക്ക് വരാമോ? 7:39. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. നോയിക്കേ, തൊടുന്ന സ്ത്രീ ആരാണെന്ന് ഇവൻ അറിഞ്ഞിരുന്നു എങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന് അറിയാം ആരാണ് എന്നെ തൊടുന്നത്, ഞാൻ ആരടുത്താണ് നിൽക്കുന്നത് എന്ന് നല്ല ബോധ്യത്തോടെ ആ കർത്താവ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആരാണ് യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇന്ന് രാത്രി? ഹല്ലേലൂയ. നിന്നെ ആരൊക്കെ മുൻവിധിയിൽ വിധിച്ചാലും ആമേൻ, നിന്നെ നല്ലവണ്ണം മനസ്സിലാക്കി
ആമേൻ, നിന്റെ കുടുംബത്തിനകത്ത്, നീ ആയിരിക്കുന്ന പട്ടണത്തിൽ, നീ ആയിരിക്കുന്ന സ്ഥലത്ത്, രാജ്യത്ത് എൻ്റെ കർത്താവ് കയറി വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ദൈവകുഞ്ഞെ, ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, 39-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. അതിന് 37 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ആമേൻ സ്തോത്രം, പരീശന്റെ വീട്ടിൽ, ആമേൻ സ്തോത്രം, ചെന്ന യേശുവിൻ്റെ കാൽക്കൽ ഒരു വെള്ളം പോലും കൊടുക്കാതെ ഇരുന്ന പരീശന്റെ വീട്ടിലകത്തേക്ക് യേശു ചെന്നു. ഇന്ന് രാത്രി, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാ അല്ലേ? കോട്ടേജ് മീറ്റിങ്ങിന് പോകുന്നവരാ അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. കോട്ടേജ് മീറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ആ ക്ഷണിക്കപ്പെടുന്ന, ആമേൻ, ആ കുടുംബമാണ് വരുന്ന ഗസ്റ്റിനെ ആദരിക്കേണ്ടത്. എന്നാൽ യഹൂദന്മാരുടെ ന്യായപ്രമാണങ്ങളും അവരുടെ അജണ്ടകളും അനുസരിച്ച് ഒരു യഹൂദന്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ കാല് കഴുകി, അവന് എണ്ണ പൂശി, ആലിംഗനം ചെയ്ത് അകത്ത് കയറ്റിയിരുത്തണം. സ്തോത്രം. ഇതൊന്നും ആ ഭവനം ചെയ്തില്ല. വായിക്കാം, 37, 38 വായിക്കാം. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്ന് രാത്രിയിൽ ദൈവ പൈതലേ, അവൾക്കിന്ന് രാത്രി വിടുതലാണ് ആവശ്യം. ഹല്ലേലൂയ. അവൾ പുറകിൽ നിൽക്കുക. ആമേൻ. പുറകിൽ, യേശുവിൻ്റെ പുറകിൽ ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട്, അവളുടെ പാപം കണ്ണീര് കൊണ്ട് യേശുവിൻ്റെ പാദത്തെ ഒന്ന് നനച്ചു. ഹല്ലേലൂയ. എന്നാൽ ആ വെങ്കൽ ഭരണി എണ്ണ എന്ന് പറഞ്ഞാൽ, ആമേൻ, ഭയങ്കര വിലപിടിപ്പുള്ള എണ്ണയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭവനത്തിൽ ഒരു ദൈവദാസൻ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സഭയിൽ ഒരു ദൈവഭക്തൻ വരുമ്പോൾ, ആമേൻ, നമ്മൾ എന്തൊക്കെ ചെയ്യും? ഒരുക്കം ചെയ്യും. എന്തൊക്കെ ഒരുക്കം ചെയ്യും? പറഞ്ഞേ. നിങ്ങളൊക്കെ വിശ്വാസികളല്ലേ, അഭിഷക്തന്മാരല്ലേ? പറഞ്ഞേ, എന്തൊക്കെ ഒരുക്കം ചെയ്യും ഒരു ദൈവദാസൻ വരുമ്പോൾ? ആ പാസ്റ്റർ, ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് ഒരുക്കം ചെയ്യാറൊന്നുമില്ല. പാസ്റ്റർമാർ വരും, പ്രസംഗിക്കും, അവരങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും ചെയ്യാറില്ല. എന്നാൽ ഞാൻ ചെയ്യുന്ന ഒരുക്കം പറയാം. എൻ്റെ വീട്ടിലൊരു ഉപവാസം നടന്നാൽ, ആമേൻ, ബാത്റൂം മുതൽ തുടങ്ങും ക്ലീൻ ചെയ്യാൻ. മൊത്തം അങ്ങ് ക്ലീൻ ചെയ്യും. സ്തോത്രം. കുറ്റിയോ, ആമേ, പെട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാമൊക്കെ മാറ്റിയിട്ട്, ആമേൻ, അത്തേക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി. സ്തോത്രം. റൂമെല്ലാം വൃത്തിയാക്കി, ആമേൻ, വണ്ട് റോഡ് മുതൽ, ആമേൻ, എൻ്റെ വീട്ടിനകത്ത് വരെ കയറുന്ന സ്ഥലം വരെ ഞാൻ വൃത്തിയാക്കിയിടും. നമ്മുടെ വീട്ടിൽ വരുന്ന ആരെന്നറിയാമോ? പറ. മഹാരാജാവിൻ്റെ പെട്ടകവുമായി ഒരുത്തൻ വരുന്നുണ്ട്. ഇന്ന് രാത്രി വരുന്നവൻ നിസ്സാരക്കാരനല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഈ രാത്രി ദൈവ പൈതലേ, എത്രത്തോളം നീ ഒരുങ്ങുമോ അത്രത്തോളം ആയിരിക്കും നിനക്കുള്ള വിടുതൽ. ഹല്ലേലൂയ. ആരുണ്ട് ആരില്ല എന്നല്ല. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ആഹാരമെല്ലാം, ആമേൻ, ആമേൻ, ആത്മീയ ഭക്ഷണമെല്ലാം കഴിഞ്ഞു. ആത്മീയ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചന ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ്, ആമേൻ, എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഊണ് കഴിച്ചിട്ടേ പോകാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഊണ് റിജക്റ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഊണ് കഴിച്ചിട്ട് പോകാം. ആദ്യം ഒരു പോയതാ. ഓക്കെ, ഊണ് കഴിക്കാതിരുന്നപ്പോൾ ചോറ് കൊണ്ടുവച്ചു. ഒരു നല്ല ഉരുളയുള്ള ഒരു ഉണ്ട ചമ്മന്തിയും കൊണ്ട് ചോറിൻ്റെ നടുക്ക് വെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വളരെ ബഹുമാനത്തോടെ ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ അടുത്തിരുന്ന ദൈവദാസന്മാർക്കെല്ലാം അതുപോലെ ഉരുള ചമ്മന്തിയും, ആമേൻ, ചോറും കൊണ്ടുവച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ ചമ്മന്തിയും ചോറും ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട. അതിൻ്റെ പുറത്തുകൂടെ ഞാൻ വെള്ളം എടുത്ത് ഒഴിക്കും. അത് തണുത്ത വെള്ളമാണെങ്കിലും ചൂടുവെള്ളമാണെങ്കിലും എടുത്ത് ഒഴിച്ച് ഒറ്റ കലക്കാണ്. സ്തോത്രം. അതെത്രയും ഉണ്ടെങ്കിലും ഒക്കെ അത് നമ്മൾ തൃപ്തിയോടെ അവിടെ നിന്ന് മാറി. ആമേ, വർഷം 13-14 വർഷം കഴിഞ്ഞു. ശ്രദ്ധിക്കൂ, ആ വീട്ടിനകത്ത് അത്രേ ഉള്ളുവായിരുന്നു. സ്തോത്രം.
ഞാൻ അവിടെ കണ്ട ഗംഭീരമായ ഒരു കാര്യമാണ്. സ്തോത്രം. ഏകദേശം ഒരു 10-12 ദൈവദാസന്മാർ അതിനകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആ വീട്ടിനകത്ത് ആമേൻ, ഹല്ലേലൂയ, ഒരു 6-7 പേർ കിടക്കാനുള്ള സൗകര്യം അവർ ഒരുക്കി. സ്തോത്രം. അവൻ ഞാൻ എന്നോട് പറയാം, അമ്മ മീറ്റിംഗ് കഴിഞ്ഞല്ലോ, വൈകിട്ടുണ്ടല്ലോ, അഭിഷേകത്തിന് റെസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ ഈ കുഞ്ഞു വീട്ടിൽ എവിടെയാ പാസ്റ്റർ ഇങ്ങോട്ട് വന്നേ. സ്തോത്രം. എടാ ദൈവമേ, അകത്തൊരു 6 കാൽ പോരെയുള്ള ഒരു പന്തൽ കെട്ടിക്കുക. അതിനകത്ത് ദൈവാസന്മാർ കിടക്കാൻ ഒരു ടാർപ്പയും വിരിച്ച് അതിൻ്റെ പുറത്ത് നല്ല ടവലൊക്കെ വിരിച്ചിട്ടേക്കുക കിടക്കാൻ. നിങ്ങൾ നോക്കിക്കേ, തലയണയ്ക്കെന്നറിയാമോ ഓരോ ഇഷ്ടിക. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് അതേ ഉള്ളൂ എന്നേ. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, ഇന്ന് ആ വീട്ടിൽ കയറാൻ പോലും പേടിക്കുന്നു ഞാൻ. സ്തോത്രം. 10-20 വണ്ടി കയറ്റിയിടാനുള്ള ഒരു വലിയൊരു പാർക്കിംഗ്. ഒരേ സമയത്ത് 100 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ. ഹല്ലേലൂയ. എത്ര പേർ കിടക്കാനുള്ള റൂമെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ഏകദേശം 6000 സംതിങ് സ്ക്വയർ ഫീറ്റുള്ള വലിയ 2 നില ബിൽഡിങ് ദൈവം കോട്ടയത്തിന്റെയും ചങ്ങനാശ്ശേരിയുടെയും മധ്യത്തിൽ ദൈവം കൊടുത്തെങ്കിൽ അതിന്റെ പരമപ്രധാനമായ കാര്യമെന്ന് പറഞ്ഞാൽ ഉള്ളതിനെ സന്തോഷത്തോടെ വരവേറ്റ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. പേര് പറയുന്നില്ല, പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പേര് പറയുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാര്യം പറയട്ടെ, ആ പരീശന്റെ വീട്ടിൽ വന്നപ്പോൾ ഈ സഹോദരി ചില ശുശ്രൂഷ കണ്ടോ? ആ ശുശ്രൂഷയ്ക്കകത്ത് അവളുടെ കുടുംബത്തിനകത്തുള്ള അസമാധാനത്തെ, അവൾ അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനയെ ആ ഒറ്റ കണ്ണുനീരിൽ മാറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഒരുക്കാറില്ല, നമ്മൾ പലപ്പോഴും ഒന്നും ചെയ്യാറില്ല. പെട്ടകം ഭവനത്തിനകത്ത് നടന്നു കയറി വരും. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ പെട്ടകം നടന്നു കയറി വരും. സ്തോത്രം. ഉള്ളതുപോലെ അറിയുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിലേക്ക് നടന്ന് കയറി വരുന്നുണ്ട്. ആത്മാവ് തൊട്ടുന്ന ആരോടൊക്കെ ദൂത് പറയുന്നു. നിന്റെ കുടുംബത്തിൽ ഇല്ലായ്മയിൽ നീ കർത്താവിന് വചനത്തെ ചേർത്ത് പിടിച്ചത് കൊണ്ട് നിന്റെ കുടുംബത്തിൽ പെട്ടകം നടന്ന് കയറുന്നുണ്ട്. അതിനകത്തൊരു ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. നിന്റെ കുടുംബത്തിന്റെ അതിരുകൾ മാത്രമല്ല, നിന്റെ തലമുറയുടെ അതിരുകളും വിശാലമാകുന്ന ഒരു വലിയ ആത്മനിയോഗം ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കുകയാണ്. ശബലപരകതുനി വൈഡകരാജകൾ കലാതി. ദൈവാത്മാവ് നിന്നോട് പറയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പെട്ടകം നടന്ന് കയറി വരാൻ പോകുകയാ. ഒന്ന് ഒരുക്കിക്കൂടാ. സ്തോത്രം. വിട്ടുപോയി കിടക്കുന്ന കൊളുത്തുകളും വിജാഗിരികളും എല്ലാം ഒന്ന് പിടിപ്പിച്ചോ. കർത്താവ് ഇന്ന് രാത്രി നടന്ന് കയറി വരികയാ. ഹല്ലേലൂയ. നിന്റെ കണ്ണീര് കാണുന്ന, നിന്റെ സ്തോത്രം പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥന കേൾക്കുന്ന, നിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ് രാത്രി നടന്ന് കയറി വരികയാ. വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. ഒന്ന് വായിച്ചേ. രാജാവ് തന്റെ കട്ടിലിന്മേൽ നമസ്കരിച്ചു. ഇന്ന് എന്റെ സിംഹാസനത്തിൽ എന്റെ സന്തതി ഇരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ സംഗതി വരുത്തിയ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവത്തിന്റെ സേന എണീക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, രാജാവ് തന്റെ കട്ടിലിന്റെ മേൽ നമസ്കരിച്ച് ഇന്ന് എൻ്റെ സിംഹാസനത്തിൽ എൻ്റെ സന്തതി ഇരിക്കുന്നതിന് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സംഗതി വന്ന്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഒരു ഏലിയാവിനെ തട്ടിയെണീപ്പിച്ച് ദൈവം കൊണ്ടുവരേണ്ടത് തൊട്ടു മുൻപ് രാജാവിന്റെ സിംഹാസനത്തിന്റെ നടുവിൽ ശ്രേഷ്ഠകരമായ ഒരു പ്രവൃത്തി ദൈവം അയക്കാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവമൈതലേ, നിനക്കൊരു സിംഹാസനം ദൈവം ഒരുക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചോ. സ്തോത്രം. അത് നിസ്സാരമായതല്ല കേട്ടോ.
ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിന്റെ പ്രവർത്തിക്കായി ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കിയിരിക്കുന്ന ദൈവമൈതലേ, നിനക്ക് വേണ്ടി ദൈവം അതിരുകളെ വിശാലമാക്കുമെന്ന് ഇന്ന് രാത്രി തമ്പുരാൻ അരുളപ്പാട് അറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സംഗതി വരാൻ പോകുക. കാരണം ദൈവത്തിന്റെ പ്രവർത്തിക്കായി, ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി ദൈവം ചില സ്തോത്രം ഇടങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. അതേപോലെ സംഭവിക്കുന്ന രാത്രിയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ 18-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, മോശ പറയുന്ന ഒരു ദൂത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വേദാംശത്തിലേക്ക് വരാം. വായിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകന് നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവർത്തിക്കായി ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ശക്തമായി വിളിച്ചു പറയുന്ന വാക്ക് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം എന്തെന്നറിയാമോ? എന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാണാനും പ്രൈസ് ദി ലോർഡ് എനിക്കിടവരുത്തിയത് വെറുതെ അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എവിടെയാ? ദൈവത്തിന്റെ പ്രവൃത്തി ഹെബ്രോനിൽ വച്ച് മഹായാഗത്തിന്റെ അടുത്തു വച്ച് ദൈവമായ യഹോവയുടെ സ്തോത്രം നീ അപേക്ഷിച്ചതുപോലെ തന്നെ ഇന്ന് രാത്രി നിന്റെ അപേക്ഷ കേൾക്കുന്ന, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന, നിന്റെ ആരാധന കാണുന്ന ഒരു ദൈവം ഇന്ന് രാത്രി വിളിച്ചു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രി മറുപടി വന്നിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വായിച്ചേ അതിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 15-ാമത്തെ വാക്യം ഒന്നുകൂടെ 15, 16 ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വായിച്ചേ ഒന്നുകൂടെ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാണാനും എനിക്ക് ഇടവരരുതേ എന്നിങ്ങനെ ഹോറേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ മോശയുടെ നടുവിൽ ദൈവത്തിന്റെ മഹത്വകരമായ ഒരു തീ വെളിപ്പെട്ട് നിൽക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലായിടത്തും അഗ്നി ഇറങ്ങത്തില്ല കേട്ടോ. എല്ലായിടത്തും അഗ്നി തീ പോലെ ഇറങ്ങുന്ന പാട്ടുപാടിയ എല്ലായിടത്തും ഇറങ്ങത്തില്ല. ആത്മാവിന്റെ ഒരുക്കത്തോടെ, ആത്മാവിന്റെ നിറവിൽ ദൈവമൈതലേ, നീ പ്രാർത്ഥിക്കുന്ന ദൈവമൈതലാണോ? ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന അറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നോക്കിക്കേ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് സ്തോത്രം ഇന്ന പോലെ തന്നെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തരും. അതാരാ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ? സ്തോത്രം. ഇനി യോഹന്നാനായിരിക്കോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ഇനി ആരായിരിക്കും അതിനകത്ത് സഹോദരങ്ങൾ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ അവിടെ ഇന്ന് ഇങ്ങനെ വിളിച്ചു പറയുക. മോശയോട് ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ഇടപെടുകയാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ സഹോദരങ്ങൾ ഇടയ്ക്കകത്ത് ഞാൻ ഒരുത്തരെ നിനക്ക് വേണ്ടി എണീപ്പിച്ചു തരും. നിനക്ക് വേണ്ടി എണീപ്പിച്ചു തരും പുരോഹിതന്മാരായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കൈ താങ്ങാൻ ഒരുത്തരെ ഞാൻ എണീപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഒരു പുരോഹിതനെ നിന്റെ മുമ്പിൽ ഞാൻ എണീപ്പിച്ചു തരും. ഹല്ലേലൂയ. അത് നീ ഒരു കാര്യം ചെയ്യണം. എൻ്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചതുപോലെ അതിശക്തമായി നീ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ നടുവിൽ നിന്റെ കുടുംബത്തിനകത്ത് മാത്രമല്ല, നിന്റെ സഹോദരങ്ങളിൽ മാത്രമല്ല, നീ ആയിരിക്കുന്ന പട്ടണത്തിനകത്ത് ഈ 30 ലക്ഷം ജനത്തിനകത്ത് നിന്ന് ഞാൻ ചിലർ നിനക്ക് വേണ്ടി മാത്രം തരും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി മാത്രം.
പലപ്പോഴും പലരും നമ്മുടെ ശബ്ദം കേൾക്കാൻ മടിച്ചു നിൽക്കുന്നവരാ. സ്തോത്രം. ഇവിടെ യോഹന്നാന്റെ തല വെട്ടിയ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? വായിച്ചേ, അവന് തല വെട്ടിയതിൻ്റെ കാര്യം ഒന്ന് വായിച്ച്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ലൂക്കാ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മളിന്ന് രാത്രിയിൽ വരികയാണ്. ആ 14-ാമത്തെ വാക്യവും സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 14-ഉം അതിൻ്റെ 15-ഉം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. കണ്ടോ? യോഹന്നാന്റെ തല ഛേദിക്കപ്പെട്ടതിന് തൊട്ടു മുൻപേ പരീക്ഷിക്കപ്പെട്ടതൊരു കാര്യമുണ്ട്. ശുശ്രൂഷകൾ അതിൻ്റെതായ നിറവേറിൽ നടക്കണമെന്നുള്ള കാര്യം കർത്താവിൻ്റെ പദ്ധതിക്കകത്ത് ഉള്ളത് കൊണ്ട് സ്തോത്രം. ചില കാര്യത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി പരിശുദ്ധാത്മാവിൽ മുൻപിലോട്ട് കൊണ്ടുവന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആമേൻ. യേശുക്രിസ്തുവിന് ശുശ്രൂഷ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ശുശ്രൂഷയായിരുന്നു. ആമേൻ. ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് യേശു കർത്താവ് എവിടെ പോയാലും ഒരു കൂട്ടം പേര് യേശുവിൻ്റെ പിന്നാലെ ഉണ്ടാകും. നോക്കിക്കേ, ഒരു കൂട്ടം പേര്. സ്തോത്രം. നോക്കൂ. ഈ 3-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ 3-ാമത്തെ അധ്യായത്തിനകത്ത് 19-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് 2 ദൂത് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ 2 ദൂതെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ദൂത. വചനം പഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ദൂത് കിടക്കുക. ഉള്ളതുപോലെ പറഞ്ഞാൽ, ഉള്ളതുപോലെ പറഞ്ഞു കൊടുത്താൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, പിന്നെ തല കാണത്തില്ല. നോക്കിക്കേ, ഒന്ന് വായിച്ചേ. ആ അധ്യായം അതിൻ്റെ സ്തോത്രം 19-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കയാൽ അതെല്ലാം ചെയ്തത് കൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ഇതെല്ലാം യോഹന്നാൻ അറിയാം. എന്തെല്ലാം കോപ്രായം കാണിക്കുമോ ഇതെല്ലാം പ്രവാചകന് മനസ്സിലാവും. സ്തോത്രം. പിന്നെ ചിലരുടെ പറയാതിരിക്കുന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ അങ്ങനെയല്ല. ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. നിന്റെ പോക്ക് ശരിയല്ല, നീ ഇപ്പോൾ ആയിരിക്കുന്ന നിന്റെ ദിശ ശരിയല്ല, നീ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് പബ്ലിക്കില് സ്തോത്രം ഇടയപ്രഭുവായ ഹെരോദാവിനെ ആക്ഷേപിച്ചതിന് തുടർച്ചയായി യോഹന്നാന്റെ ആക്ഷേപത്തിങ്കൽ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അവനെ തടവിലാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവം തരുന്ന അരുളപ്പാട് മുഖം നോക്കാതെ ഹൃദയം നോക്കി പറഞ്ഞാൽ ഇന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് കേട്ടാ അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം, വീടില്ലാത്തവരെല്ലാം കൈവെക്കൂ, തലയിൽ കൈവയ്ക്കൂ എന്ന് പറയുമ്പോൾ വീടുള്ളവരും തലയിൽ കൈവയ്ക്കും. സ്തോത്രം. കാറില്ലാത്തവര് സ്തോത്രം എല്ലാവരും തലയിൽ കൈവയ്ക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും തലയിൽ കൈവയ്ക്കും. വീടുള്ളവരിന് ഒന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞ് തലയിൽ കൈവയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതല്ലപ്പാ, അത് ദൈവം തരും. വിളിച്ചവന് വിശ്വസ്തന. വീട് തരും, വണ്ടി തരും, ആരോഗ്യം തരും,
ബലം തരും, സമ്പത്ത് തരും, എല്ലാം ദൈവം തരും. ഇന്ന് രാത്രി ഞെക്കി പിഴിയേണ്ടതിനെ പിഴിഞ്ഞു കളയാൻ നിന്റെ നാവിനെ കർത്താവ് ഇന്ന് രാത്രി ഉപയോഗിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഈ രാത്രിയിൽ ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവ കുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപ, സ്തോത്രം, അതേപോലെ വെളിപ്പെടണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 43-4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മത്തായി 7-16 മുതൽ 20 വരെ വായിക്കുമ്പോൾ, ദൈവ ശബ്ദത്തിൽ മുൻപിൽ മത്തായി 12:33 വായിക്കുമ്പോൾ, മത്തായി 5:37 വായിക്കുമ്പോൾ, മത്തായി 12:35 വായിക്കുമ്പോൾ, മത്തായി 15, 18, 19 വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദത്തിനായി ആയിരിക്കുന്ന ദൈവവേദനെ മാർക്കോസ് 6:6 നീ ചേർത്ത് പഠിച്ചു നോക്ക്. കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർക്ക് സ്ഥാനം ഏറെയായിരുന്നു. ചെറുതല്ല സ്ഥാനം, വലിയ സ്ഥാനമായിരുന്നു. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തിന് വേണ്ടി ആരൊക്കെ നിന്നിട്ടുണ്ടോ, ദൈവ അഭിഷേകത്തിന് വേണ്ടി ആരെല്ലാം ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടോ, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി, മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന് 2-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴും, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വേദാംശത്തിലേക്ക് ദൈവജനം കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്ന ദൂത് മത്തായി 7:18 മുതൽ നിങ്ങൾ വായിക്കണം. ഒരു ഭയങ്കര ദൂതുകൾ അവിടെ വെളിപ്പെടുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ച അഭിഷക്തയെ ഇനിയും സ്തോത്രം കയ്യും കെട്ടി ഇരിക്കാനല്ല ദൈവം വിളിച്ചത്, കർത്താവിന് വേണ്ടി പോരാടാനാ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദം അറിയിക്കാനാ, കർത്താവ് പറയുന്നത് അതുപോലെ വിളിച്ചു പറയാൻ വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനകത്തുനിന്ന് രാത്രി നിൽക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. രോധ എന്ന പെൺകുട്ടി, ഹല്ലേലൂയ, പത്രോസിന്റെ ശബ്ദം കേട്ടു. അല്ലേ കമലാ സിസ്റ്ററെ, രോധ എന്ന പെൺകുട്ടി അറിയാമോ? രോധ എന്ന പെൺകുട്ടി, അവള് ഒരു പട്ടണത്തിൽ നിന്ന് അവിടെ പ്രാർത്ഥിക്കാൻ വന്നവളാ. അവൾക്കൊരു ജ്ഞാനമുണ്ട്. സ്തോത്രം, ആമേൻ. അവൾക്കൊരു ദൈവകൃപയുണ്ട്. ഹല്ലേലൂയ എന്ന് ഉറപ്പിച്ചു പറയാൻ കാര്യം, ആ ആരാധന ആലയത്തിരിക്കുന്ന ആർക്കും കൃപയില്ല. എന്നാൽ ഈ രോധ എന്ന പെൺകുട്ടിക്ക് ഒരു കൃപയുണ്ട്. ആമേൻ. ആ ഡോറിൽ മുട്ടുന്നത് ആരാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഇവള് പോയി പറഞ്ഞു, പത്രോസ് ഒന്ന് പുറത്തേക്കാണ് എന്ന് പറഞ്ഞു. നിനക്ക് ഭ്രാന്ത? ഇല്ല കമല സിസ്റ്ററെ, നിങ്ങൾ ഇന്ന് എന്തെല്ലാം പറഞ്ഞാലും ദൈവം നിങ്ങൾക്കെന്ന കൃപ നഷ്ടപ്പെടത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളെ ഇത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ കർത്താവ് ഒരു കൃപ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃപ എടുത്തു മാറ്റാൻ ഉലകം ഒരുമിച്ച് കോർത്താലും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം ദൈവം തന്നതാണെങ്കിൽ. ഹല്ലേലൂയ. ഈ പെൺകുട്ടി ഒരുപാട് കരഞ്ഞു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ഈ പെൺകുട്ടി കരഞ്ഞു. ചരിത്രയേട് പഠിക്കുമ്പോൾ ഇവൾ ഒത്തിരി കരഞ്ഞു, ഒത്തിരി വിലപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവൾ പറയുന്ന വാക്കൊന്നും ആരും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇത് അംഗീകരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ശമനപരകതുനി. അവൾ ഇതുവരെ പറഞ്ഞതൊന്നും അംഗീകരിച്ചില്ല എങ്കിലും, അപ്പോഴെല്ലാവരും തലയാട്ടി, പക്ഷേ പുറത്തിറങ്ങി അവളെ കളിയാക്കിയെങ്കിലും ഇതാ ഒരുത്തം വന്ന് അവിടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അസാധ്യമാണ് ഈ ദൂത്. ഈ ദൂത് രോധ എന്ന പെൺകുട്ടിക്ക് അസാധ്യമാണ്. പക്ഷേ അത് സാധ്യമായി കൊടുത്തൊരു ദൈവം അവളെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി കർത്താവിൻ്റെ അഭിഷേകത്തെ ദൈവം നിങ്ങൾക്ക് ചില വെളിപ്പാടുകൾ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില കാഴ്ചപ്പാടുകൾ രോധ എന്ന പെൺകുട്ടിക്ക് ദൈവം കൊടുത്തതുപോലെ ചില കാഴ്ചപ്പാടുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ കിട്ടിയതല്ല കേട്ടോ. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപേ ദൈവം നിങ്ങൾക്ക് തന്നതാ. സ്തോത്രം. അതിനെ ചില കാലം നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അത് പ്രാബല്യത്തിൽ വന്നപ്പോൾ, ഹല്ലേലൂയ, ആദ്യം കുറച്ച് ദുഷിയും വേദനകളും ജീവിതത്തിൽ സംഭവിച്ചെങ്കിലും
പിന്നത്തേതില് അതൊരു മുത്തുപോലെ പുറത്തെടുക്കും. 2026, 27, 28 കാലഘട്ടത്തിനകത്ത് ദൈവാത്മാവ് കഴിഞ്ഞ നാൾക്കളിൽ പറഞ്ഞ ചില ആലോചനകൾ ഈ നാളുകളിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുന്നു. വായിച്ചാട്ടെ, ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെത്തിരിക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 68-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ദൂത് വളരെ ശക്തമായി വെളിപ്പെടുന്നു. വായിച്ചാട്ടെ, ആ ദൂതൊന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഞാൻ ബോർഡ്സ് വെച്ചിട്ടില്ല. ഇവിടെ പള്ളിയിൽ അവരുടെ ആരാധന നടക്കുന്നുണ്ട്. ഞാൻ ബോർഡ്സ് കട്ട് ചെയ്തിവിടെ സ്പീക്കർ വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഈ 68-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുമ്പോൾ ഇതിനകത്ത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തിനെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുന്നു. അഭിഷത്തെ, നിങ്ങളെ സന്ദർശിച്ചവൻ ഈ ലോകത്തിലുള്ളവനല്ല. ആമേൻ, സ്തോത്രം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ അമ്മയോട് ചോദിക്കണം, അമ്മ, നിങ്ങൾ എന്നെ ഉദരത്തിൽ ചുമന്നപ്പോൾ ഡോക്ടർ നിങ്ങളോട് എന്താ പറഞ്ഞേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഉദരത്തിൽ പിണ്ടാധാരമായി തീർന്നപ്പോൾ വൈദ്യൻ എന്താ പറഞ്ഞത്? ഇത് വേണമെന്നോ വേണ്ട എന്നോ? സ്തോത്രം. പിണ്ടാധാരമായി തീർന്ന സമയം മുതൽ പോരാടിയ ശത്രുവിനെ തകർത്ത് 2026 കൊണ്ടുവന്നെങ്കിൽ ഈ 3-ാമത്തെ മാസം 1-ാം ദിവസം ദൈവം പറയുന്നു, ഇതൊന്നും ചെറുതല്ല, അഭിഷത്തെ വലിയ കാര്യങ്ങളാ. സ്തോത്രം, ദൈവം ചെയ്യാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശബനപരകതുലി. ആമേൻ. നിങ്ങളെ ഇനി കടന്തൽ പോലെ വളഞ്ഞിട്ട് കൊട്ടിയാലും, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞാൻ പാടിയതുപോലെ അകത്തും പുറത്തും പീഡനം ഉണ്ടാവും. വീട്ടിനകത്തും പീഡനം ഉണ്ടാവും, പുറത്തും പീഡനം ഉണ്ടാവും. ആമേൻ, പേടിക്കണ്ട. ഹല്ലേലൂയ. എന്നാൽ ദൈവം ചില വഴികൾ തുറക്കാൻ പോയ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ചില വഴികളും വാതിലുകളും ജലത്തിനു വേണ്ടി തുറക്കുന്ന സമയം വിദൂരമല്ല. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് രാത്രി വായിച്ച വാക്യത്തിലേക്ക് വരുന്നു. 16-ാമത്തെ വാക്യം, 7-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം പറഞ്ഞു ഇങ്ങനെയാണ്: എല്ലാവരും ഭയം പിടിച്ച് ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ മധ്യത്തിൽ എഴുന്നേറ്റിരിക്കുകയാണ്. എന്ന് രാത്രിയിൽ ദൈവകുഞ്ഞെ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ പ്രവാചകൻ ആരാണ് എന്നുള്ള കാര്യം വരും ദിവസം നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് രാത്രിയിൽ ഒരു ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവം അയച്ചുകൊണ്ടിരിക്കുക. എല്ലാ കണ്ണുകളും അടയ്ക്കാമോ? എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടയ്ക്കാമോ? പ്രാർത്ഥിക്കാൻ പോകുക. ശമനപരകതുനി വൈഡകര